കരവെബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സ് സീരീസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന്. കരവെബിൻ്റെ SCRT സീരീസിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. കറണ്ട് അഫയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്ലാസ് ഉണ്ടായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച പുതിയ ഡ്രോൺ കേന്ദ്രീകൃത ആധുനിക യുദ്ധസേനയുടെ പേര് ഭൈരവ്. ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച പുതിയ ഡ്രോൺ കേന്ദ്രീകൃത ആധുനിക യുദ്ധസേനയുടെ പേരാണ് ഭൈരവ്. കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം മോട്ടു എന്ന ആനക്കുട്ടി. കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നമാണ് മോട്ടു എന്ന ആനക്കുട്ടി. സെലക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയാണ് 4 Stars of Destiny. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ഓട്ടോബയോഗ്രഫിയാണ് 4 Stars of Destiny. ഈ അടുത്ത് ഒരുപാട് വിവാദമായ ഒരു ഓട്ടോബയോഗ്രഫിയാണ് 4 Stars of Destiny. ചൈനീസ് യുദ്ധസമയത്ത്, ചൈനയായിട്ടുള്ള യുദ്ധസമയത്ത് ചൈനീസ് ടാങ്കുകൾ അതിർത്തി കടന്നു വരുന്ന സമയത്ത് പ്രതിരോധിക്കാൻ അനുമതി നൽകിയില്ല എന്ന് തുടങ്ങി ഒരുപാട് വിവാദ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആത്മകഥയാണ് 4 Stars of Destiny. ക്ഷേത്ര ദർശനത്തിന് ഫേസ് ആപ്പ് എന്ന ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനിച്ച പ്രശസ്തമായ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. 2026 ജനുവരി അവസാനം ഇന്ത്യയിൽ നിന്ന് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ. പട്ന പക്ഷി സങ്കേതം എവിടെയായിരിക്കും? ഉത്തർപ്രദേശ്. ചാരിദണ്ഡ് അതൊരു ലവണ തടാകമാണ്, ഗുജറാത്തിലാണ്. നിലവിൽ 98 തണ്ണീർത്തടങ്ങളാണ് റംസാർ സൈറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 98 നിലവിലെ എണ്ണം. പഞ്ചാബിലെ ആദംപൂർ എയർപോർട്ടിൻ്റെ പുതിയ പേര് ഗുരു രവിദാസ് മഹാരാജ് ജി എയർപോർട്ടാണ്. ഗുരു രവിദാസ് മഹാരാജ് ജി എയർപോർട്ടാണ് പഞ്ചാബിലെ ആദംപൂർ എയർപോർട്ടിൻ്റെ പുതിയ പേര്. 2025 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായും ദേശീയ തലത്തിൽ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷനാണ് ഇരിട്ടി, കണ്ണൂരിലെ ഇരിട്ടി. 2025 വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന SIR നടപടികൾ പൂർത്തിയാക്കിയ ആദ്യ നിയമസഭാ മണ്ഡലമാണ് കുട്ടനാട്. SIR നടപടികൾ പൂർത്തിയാക്കിയ ആദ്യ നിയമസഭാ മണ്ഡലമാണ് കുട്ടനാട്. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണ വിവരങ്ങളും വിവിധ ചികിത്സാ പദ്ധതികളും അറിയാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കേരള ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പറാണ് 104. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വിദ്യാർത്ഥികളെയും ലോകമെമ്പാടുമുള്ള മലയാളി അക്കാദമിക് വിദഗ്ധരുമായി ബന്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സ്കോളർ കണക്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വിദ്യാർത്ഥികളെയും ലോകമെമ്പാടുമുള്ള മലയാളി അക്കാദമിക് വിദഗ്ധരുമായി കണക്ട് ചെയ്യുന്നതിനുള്ള നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സ്കോളർ കണക്ട്. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ മറൈൻ എക്കോസിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. 2026 ലോക ക്യാൻസർ ദിന പ്രമേയം എന്താണ്? ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിന പ്രമേയമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. AI ഏജന്റുമാരുടെ സമൂഹ മാധ്യമം അറിയപ്പെടുന്നതാണ് മോൾട്ട് ബുക്ക്. AI ഏജന്റുമാരുടെ സമൂഹ മാധ്യമമാണ് മോൾട്ട് ബുക്ക്. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമാണ് ക്ലാർക്ക്. 2025 ഓടക്കുഴൽ അവാർഡിന് അർഹനായ സാഹിത്യ നിരൂപകൻ ആരാണ്? EP രാജഗോപാലനാണ്. കൃതി ഉൾക്കഥ. EP രാജഗോപാലൻ്റെ ഉൾക്കഥ. കുട്ടികളുടെ മാനസികാരോഗ്യം കണക്കിലെടുത്ത് 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഗോവ. കുട്ടികളുടെ മാനസികാരോഗ്യം കണക്കിലെടുത്ത് 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്കിയത് ഗോവ. പ്രഥമ അന്താരാഷ്ട്ര ഗ്രീൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഉച്ചകോടിക്ക് വേദിയായത് ദുബായ്. അർബുദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളെ നിയന്ത്രിക്കാൻ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ശക്തി. ഗ്രാമി പുരസ്കാരം നേടിയ ടിബറ്റൻ ആത്മീയ നേതാവാണ് ദലൈലാമ. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകനാണ് SP വെങ്കടേഷ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരെ 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച SP വെങ്കടേഷ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഗീത സംവിധാനമാണ്. ഓക്കെ, 20 ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് നോക്കിയിട്ട് പോവാം. കഴിഞ്ഞ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവൈസ് ചെയ്ത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.
അടുത്ത ക്ലാസ്സിൽ കാണാം.